ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു ഭയങ്കര ടൈപ്പാ. വലിയ സമയം പിടിക്കില്ല. ഞാൻ രേണുവിന്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു അന്ന് മുതൽ എനിക്കിങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ റിയാക്ഷൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. റിയാക്ഷൻ ചെയ്തിട്ടുണ്ടോ? ചേച്ചി പറഞ്ഞ വീഡിയോകൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. സീക്രട്ട് ഏജന്റ് പറഞ്ഞു വെച്ചാല് പുള്ളി അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി ആൾക്കാരെ അറിയട്ടെ. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ചിലതൊക്കെ അദ്ദേഹം AC കൊടുത്തത് അതെ അറിയട്ടെ അറിയട്ടെ ചെയ്യണം. ഓക്കെ, നിനക്ക് പിന്നെ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അപ്പം പക്ഷെ ചേച്ചിയെ വിമർശിച്ചത് വേറൊരു രീതിയിലാണെന്ന് പറഞ്ഞു. കണ്ടില്ലല്ലേ? ലക്ഷ്മി ചേച്ചി ചെയ്തതില് പെർഫ്യൂമിന്റെ വീഡിയോയില് അതില് കണ്ടന്റ് ആയിട്ട് കൊടുത്ത സമയത്ത് BGM കയറ്റി എന്നാണ് സീക്രട്ട് ഏജന്റ് പറയണത്. അതെനിക്ക് ഇഷ്ടമില്ല. അതിനൊന്നും ഇല്ലേ. ബാക്കിയൊക്കെ ചേച്ചിന് സപ്പോർട്ടാണെന്ന് പറഞ്ഞു. ശരി, ഞാൻ BGM ഇട്ടതിന് അതിനെന്താ കുഴപ്പം? ആക്ച്വലി ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു ടെലിവിഷൻ ഹോസ്റ്റ് ആണ്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ എന്റെ ജോലി ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. വെറുതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറി മാന്ത് വാങ്ങി പോകല്ലേ, ഞാൻ മാന്തി പൊളിച്ചോളാം. ഞാൻ മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് 4 ഡോറ് ബ്ലോക്ക് ചെയ്ത് കാറിന്റെ ഉള്ളിലിരുന്ന് വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കല്ല ഞാൻ ചെയ്യാറ്. താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. ഞാനൊരു കണ്ടന്റ് എന്താ പറയാ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനേ നോക്കുള്ളൂ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇനിയും എന്റെ വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ 3 ക്യാമറയോ 4 ക്യാമറയോ വെച്ച് ഞാൻ BGM ഇട്ടിട്ടൊക്കെ ആയിരിക്കും. എനിക്ക് ഇങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. തന്റെ തന്തയല്ല എന്റെ തന്ത. സോ അതിന്റെ രീതിയാണ്. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. BGM ചിലപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നിരിക്കും. അതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഒക്കെ ഒരു അലവലാദികളാണ്, നീ അത് കാര്യാക്ക. കാരണം എന്റെ യൂട്യൂബ് ചാനലാണ്. ദാറ്റ്സ് കോൾഡ് ക്രിയേറ്റിവിറ്റി. അത്രേ പറയാനുള്ളൂ. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞു. ഈ സീക്രട്ട് ഏജന്റ് എന്ന ആള് 48 വീഡിയോയിൽ കിട്ടിയ വരുമാനത്തിന് കുറച്ച് തുക കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സീക്രട്ട് ഏജന്റ് ഉദ്ദേശിക്കുന്നത് രേണുസുതിയെ വെച്ച് ചെയ്ത എല്ലാവരും ഒരു നിശ്ചിത തുക കൊടുക്കേണ്ടത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ചോദിച്ചോട്ടെ, ഞാൻ രേണുവിന്റെ നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്ന അന്ന് മുതലേ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. 2 വർഷത്തോളമാണ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. സൂക്ഷിച്ച് ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഞാനത് വലിയ ഭീമമായെന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സുധിച്ചേട്ടനില്ലാത്തത് കൊണ്ട് സ്റ്റാർ മാജിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ 2 വർഷത്തോളം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ഈ 2 വർഷവും അവരെ കുറ്റം പറഞ്ഞ് അവരെ കല്ലെറിഞ്ഞ് ഒരു ക്യാൻസർ വരേണ്ടി വന്നു ഇത്തരത്തിലുള്ള മോശം പറഞ്ഞവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതൊന്ന് ചിന്തിക്കുക. That's it. പോട്ടെ സാധേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഇരുകാലി മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.